ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ ചെമ്മീൻ എടുത്തത് കഴുകിയപ്പോഴും പൊളിച്ചപ്പോഴും മുറിച്ചപ്പോഴൊക്കെ മറന്നുപോയി വീഡിയോ എടുക്കാൻ. ഇപ്പോൾ അത് രണ്ടായിട്ട് മുറിച്ച് മസാല ചേർക്കുകയാണ്. തൈര്, ഉപ്പ്, ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി റെഡിയാക്കി ഇങ്ങനെ എടുക്കുകയാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ഇതിനാവശ്യമായ ഉള്ളി മൂപ്പിച്ചെടുക്കാം. സവോള ഇതിനാവശ്യമായ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. മൂക്കുവാണ് ഉള്ളി മൂത്ത് വരുന്നുണ്ട്. കോരുവാണ്. കോരി നമുക്ക് അടുത്ത പാത്രത്തിലോട്ടിടാം. മൂപ്പിച്ച് കോരി അടുത്ത പാത്രത്തിൽ ഇടുക. ആവശ്യമായ മസാലയ്ക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു, 2-3 മുറിച്ചെടുത്ത് അത് ആവശ്യമായ മസാലയ്ക്കുള്ളതാണ്. ഇനി മല്ലിയില വലുതായിട്ടങ്ങ് അരിഞ്ഞാൽ മതി, ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അരയ്ക്കാനല്ലേ. അതുകൊണ്ട് അതെല്ലാം കൂടെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി മുളകെല്ലാം ഇട്ടെടുത്ത് ഇനി നമുക്ക് അതൊരു ജാറിൽ ഇടണം. ഇതെല്ലാം വാരി ജാറിലിട്ട് നമുക്ക് കുറച്ച് തൈര് ഒഴിക്കാം. ആവശ്യത്തിന് തൈരൊഴിച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആവശ്യത്തിന് ചേർത്തു. ഇനി ഇത് നമുക്ക് ഭംഗിയായിട്ടൊന്ന് അരച്ചെടുത്തു. നല്ല മസാല ആയി വന്നു. ഇനി നമുക്ക് ചെമ്മീൻ വറുത്ത് കോരാം. കൂടുതലുണ്ടായതുകൊണ്ട് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്ത് കോരാം. ആദ്യത്തെ ട്രിപ്പ് വറുക്കാനിട്ട് ഇച്ചിരി തീയൊക്കെ കൂട്ടിയിട്ടാൽ കുഴപ്പമില്ല. 2 ട്രിപ്പായിട്ട് ആദ്യത്തേത് ഇട്ടിട്ടുണ്ട്. അത് നമുക്കിനി ഇതിനാവശ്യമായി ചോറ് വയ്ക്കാം. അപ്പുറത്ത് അടുപ്പിലോട്ട് വെള്ളം വെച്ച് കൊഞ്ച് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ചോറാക്കി എടുക്കാം. അതിലോട്ട് പട്ടയും ഗ്രാമ്പും ഇട്ട് ആവശ്യത്തിന്, പിന്നെ ഇനി നമുക്ക് കുറച്ച് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി നമുക്കൊരു കുറച്ച് എണ്ണ ഒഴിക്കാം. ഒഴിച്ച് ഇനി അതിന് നമുക്കിത് ആയോന്ന് നോക്കാം. ഇനി നമുക്കിത് കോരി മാറ്റി നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയിലോട്ട് ഇടാം. അത് കോരി ഇടുക.
രണ്ടാമത്തെ ട്രിപ്പ് ചെമ്മീൻ വറുത്ത് കോരി ആദ്യം വറുത്തിട്ട ഉള്ളിയിലും ലോട്ട് ഇത് ഇടാം. 2 ട്രിപ്പ് വറുത്തത് ആ ഉള്ളിയിൽ ഇട്ടിട്ടുണ്ട്. രണ്ടും കൂടെ അതിൽ ഒന്നി കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് അത് മസാലയാക്കാം. വറുത്ത ഉള്ളിയും ചെമ്മീനും കൂടെ പാത്രത്തിൽ ഇട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, തൈര്, ഇതെല്ലാം കൂടെ അരച്ച് വെച്ച മസാല ഇതിലോട്ടിട്ട്, ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് എന്നിട്ട് മസാലയെല്ലാം ഇട്ടിട്ട് എന്നിട്ട് അത് നമുക്ക് ഇളക്കി ചെറുതീയിൽ ഇളക്കി യോജിപ്പിക്കാം. ചെറുതീയിൽ വേണം. ഒരുവിധം ആയിട്ടുണ്ട്, എല്ലാം റെഡിയായി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് അരപ്പ് ജോയിൻ്റ് ആവട്ടെ. ഇച്ചിരി ഗരം മസാലയും കൊണ്ടിടാം, കുറച്ച് മതി. ഇതിനകത്ത് ആദ്യമേ ഇട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ കുറച്ച് മതി. എല്ലാം റെഡിയായി, മസാലയെല്ലാം റെഡിയായി. ഇനി നമുക്ക് ദമ്മിടാം. ദമ്മിടാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് നമുക്കൊരു തക്കാളി വെട്ടി നടുക്ക് വയ്ക്കാം, അടിക്ക് പിടിക്കാതിരിക്കാൻ. ഇത് വയ്ക്കുമ്പോൾ അടിക്ക് പിടിക്കത്തില്ല. ഒരു തക്കാളി വെട്ടി ഇങ്ങനെ വട്ടത്തെ, ഇച്ചിരി കട്ടിക്ക് വട്ടത്തെ വെട്ടി ഉണ്ടോ, ഇതുപോലെ വെച്ച് അതിനകത്തൊരു ശകലം വട്ടർ എണ്ണ, വട്ടറോ എന്തായാലും ഇട്ടാലും മതി, വട്ടറിട്ട് അത് കഴിഞ്ഞിട്ട് ചോറ്, അടിക്ക് ചോറിടാം. ചോറിട്ട് ഇനി നമുക്ക് മസാല ഇടാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ചോറിടാം. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് വേറൊന്നും ഇടുന്നില്ല, ഇവിടുത്തെ കുട്ടികൾക്ക് ഇഷ്ടമില്ല. അത് കാരണം വേറെ ഡെക്കറേഷനൊന്നും ചെയ്യുന്നില്ല. മസാലകളെല്ലാം അതിലുണ്ട്. ലാസ്റ്റിലത്തെ ഇട്ടു. പൈനാപ്പിളോ എസൻസോ ഉള്ളി വറുത്തതോ ഒന്നും വേണ്ട പിള്ളേർക്ക്, അത് കാരണം ഒന്നും ഇട്ടില്ല. ഇത് സിമ്പിളായിട്ട്. നല്ല മസാലയുടെ നല്ല ടേസ്റ്റി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി തിന്നണം കേട്ടോ. ലാസ്റ്റിലത്തെ ചോറ് ഇടാൻ പോവാണ്. അരിക്കകത്ത് പട്ടയും ഗ്രാമ്പും ഏലക്കായും ഉപ്പും വെള്ളമെല്ലാം ഒഴിച്ച്, ചെമ്മീനായതുകൊണ്ട് നാരങ്ങാനീര് ചേർത്തില്ല. അതൊരു പ്രശ്നമാകുമെന്നൊക്കെ ഇടയ്ക്ക് കേട്ടില്ല, അതിൻ്റെ കൊണ്ട് പേടിച്ചിട്ടിട്ടില്ല. എന്നിട്ട് നമുക്കത് ഭംഗിയായിട്ട് അടച്ചു അതിൻ്റെ പുറത്ത് വെയിറ്റ് വെച്ച് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് തിരിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ നടുഭാഗം കരിയാതെ. നാരങ്ങ എടുത്തതാണ്, ഇട്ടില്ല, നാരങ്ങ മാറ്റി വെച്ചു. ദമ്മിട്ടത് ഞാൻ തുറക്കാൻ പോവാണ്. തുറന്നു. നല്ല എല്ലാം സെറ്റായിട്ടുണ്ട്. ഇതാ ഞാൻ ഇളക്കി കാണിക്കാം, നോക്കിയേ, നല്ല സൂപ്പറായിട്ടുണ്ട്. കാണാൻ ഭംഗിയിൽ നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ കുറവാണ് ഉണ്ട്, എന്നാലും
ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം.